നമസ്കാരം. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമാൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം ഫ്രീ ടു എയറിൽ സൗജന്യം, അതായത് ഫ്രീ ടു എയറിൽ ലഭിക്കുന്ന മലയാളം ചാനലുകൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എത്ര പേർക്ക് അറിയാം? അതുപോലെ തന്നെ തമിഴ് ചാനലുകൾ, ഹിന്ദി ചാനലുകൾ, ഇത്തരത്തിലുള്ള ഇന്ത്യൻ ചാനലുകൾ സൗജന്യമായി ഒരു 10 പൈസയും മുടക്കാതെ, ഒരു മാസവരിയും കൂടാതെ നമുക്ക് ലൈഫ് ടൈം കാണാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം? എന്നാൽ അങ്ങനെ ഉണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ മറ്റൊരു വസ്തുത, പെട്ടെന്ന് പോയി നമുക്ക് ഒരു ഡിഷ് തിരിച്ചാൽ, ചെറിയ ഡിഷ് വെച്ചാൽ കിട്ടുന്ന ഒന്നല്ല. അതിന് കുറച്ചൊരു എഫേർട്ട് ഉണ്ട്. അതിന് കുറച്ചൊരു പണി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ പണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് 100% നിങ്ങളുടെ പൈസ വസൂലായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ അത് വാങ്ങി വെക്കാൻ മുടക്കുന്ന പണം നിങ്ങൾക്ക് 100% വസൂലാകും. കാരണം മുഴുവൻ തന്നെ മലയാളം ചാനലുകളും സൗജന്യമായിട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഭാവിയിൽ നിങ്ങൾ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്ന എമൗണ്ട് ഒരു കൂട്ടി വെക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ ആ ഒരു എമൗണ്ട് ഒരു കൂട്ടി ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കാണാം. ഈ കാര്യമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. പലർക്കും ഡൗട്ടാണ്, ചെറിയ ഡിഷ് വെച്ചാലോ കിട്ടുക, വലിയ ഡിഷ് വെച്ചാലാണോ കിട്ടുക, ചെറിയ LMB വലിയ LMB ഇതിലെന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്? ഇവർക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെ അറിയാം, പക്ഷേ പൂർണ്ണമായിട്ട് അറിയില്ല. എന്നാൽ കേട്ടോളൂ, ഇന്ത്യയിൽ വിദേശത്ത് ഒക്കെ ആയിട്ട് വേൾഡിൽ ബീമുള്ള ഒരു സാറ്റലൈറ്റാണ്, ഏഷ്യൻ കവറേജ് ഉള്ള, ഏഷ്യയിലെ ഒട്ടുക്ക് ഏഷ്യയിൽ ഏകദേശം പൂർണ്ണമായും കവറേജ് ഉള്ള ഒരു സാറ്റലൈറ്റാണ് Intelsat 17. Intelsat 17 ഓർബിറ്റൽ പൊസിഷൻ എന്ന് പറയുന്നത് 66 ഡിഗ്രി ഈസ്റ്റിലാണ്. ഈ സാറ്റലൈറ്റ് ഒരു C+KU 2 ബാൻഡും ട്രാൻസ്പോണ്ടറും പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ സാറ്റലൈറ്റ് തന്നെയാണ് ഈ Intelsat 17. പക്ഷേ ഇവരിൽ സി ബാൻഡ് എന്നതിൽ കുറച്ച് ട്രാൻസ്പോണ്ടറുകൾ, സി ബാൻഡിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ട്രാൻസ്പോണ്ടറുകൾ ഇവർ നമ്മുടെ ഇഷ്ട ചാനലുകളായ മലയാളം, തമിഴ്, ഹിന്ദി പോലെയുള്ള നമ്മളുടെ പ്രാദേശികമായിട്ടും അല്ലാതെയുമുള്ള പോപ്പുലർ ചാനലുകളെല്ലാം സൗജന്യമായിട്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇതെത്ര പേർക്ക് അറിയാം? ഇവർ, ഞാൻ പ്രത്യേകം പറയുന്നു, സി ബാൻഡ് ട്രാൻസ്പോണ്ടറിലാണ് വന്നിട്ടുള്ളത്. KU ബാൻഡ് അല്ല. KU ബാൻഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് സൺ ഡയറക്റ്റിൻ്റെ ഡിഷോ, എയർടെലിൻ്റെ ഡിഷോ, അല്ലെങ്കിൽ ഡിഷ് TVയുടെ ഡിഷോ, ഏത് ഡിഷ് വേണമെങ്കിലും വെക്കാമായിരുന്നു. പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്നത് ഏതിലാണ്? സി ബാൻഡ് ട്രാൻസ്പോണ്ടറിലാണ്. അതുകൊണ്ട് വലിയ ഡിഷ്, പണ്ട് കാലങ്ങളിൽ നമ്മളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുള്ള ആ ഒരു വലിയ ഡിഷ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 33ൻ്റെ അടുത്തോളം, 33ഓളം വന്നിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഇപ്പം എനിക്കറിയില്ല. ഏകദേശം 33ഓളം മലയാളം ചാനലുകളും 44ഓളം തമിഴ് ചാനലുകളും ഹിന്ദി, അങ്ങനെ ഒട്ടുമിക്ക ഒരുപാട് ചാനലുകൾ 150ൻ്റെ അടുത്തോളം, ഒട്ടുമിക്ക 10 ട്രാൻസ്പോണ്ടറുകളായിട്ട് 66 ഡിഗ്രിയിൽ ഒരുപാട് 150-150ഓളം, ഇപ്പോൾ എത്രയുണ്ട് കറക്റ്റ് കൗണ്ട് എനിക്കറിയില്ല, അത്രയും ചാനലുകൾ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ കാര്യം നിങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ടത്, അതായത് ഏഷ്യാനെറ്റ്, മിഡിൽ ഈസ്റ്റ്, മഴവിൽ മനോരമ, നമ്മൾക്ക് പ്രിയങ്കരമായ എല്ലാ ന്യൂസ് ചാനലും എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടുത്താത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേ ചാനലുകൾ മാത്രമാണ്. ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു പേ ചാനലാണ്, സൂര്യ TV പേ ചാനലാണ്. ഇത്തരത്തിലുള്ള പേ ചാനലുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ചാനലുകളും ഇതിനകത്ത് സൗജന്യമാണ്. നിങ്ങൾക്ക് ആ കൊടുത്ത പണം, എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിലും നിങ്ങൾ എന്തിനാണെങ്കിലും മുടക്കുന്നത്, അത് വസൂലാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഇതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. Intelsat 17 66 ഡിഗ്രി എന്നാൽ Intelsat 17 66 ഡിഗ്രിയിൽ നിങ്ങൾക്കൊരു മിനിമം 8 അടിയുടെ ഡിഷ്, സാധാരണ 6 അടിയിലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ സിഗ്നൽ കുറച്ച് പ്രോബ്ലം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു 8 അടിയുടെ ഡിഷ് നിങ്ങൾ സങ്കല്പിക്കുക. 8 ഫീറ്റ്, ഒരു ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 33-32, ഒരു 8 അടിയുടെ ഡിഷെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മലയാളം ചാനലുകളും നിങ്ങൾക്ക് സൗജന്യമായിട്ട് കാണാം. 6 അടി മതിയായിരുന്നു, പക്ഷേ ഇപ്പോൾ പോരാ, 8 അടിയെങ്കിലും നിങ്ങൾക്ക് വേണം. ഇപ്പോൾ സിഗ്നൽ പ്രോബ്ലം കുറച്ചുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു മിനിമം ഒരു 8 അടിയുടെ ഡിഷും ഒരു സി ബാൻഡ് LNBയും സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുഴുവൻ ചാനലുകളും കണ്ടുപിടിക്കാം. ഏകദേശം 8 അടിയുടെ പഴയ ഡിഷ് സംഘടിപ്പിക്കുകയാണെങ്കിൽ 2000-3000 രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ. പിന്നെ ഒരു 700 രൂപ 600 രൂപ ഒക്കെയാണ് LNBക്ക് വരുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ഫ്രീ ടു എയർ സെറ്റ് ഓഫ് ബോക്സ്, ഇതൊക്കെ വെച്ചാൽ സംഭവം ഓക്കെയാണ്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ബാൻഡാണ്. കുറച്ച് ഏരിയയിൽ, നിങ്ങളുടെ വീടിൻ്റെ കുറച്ചൊരു ഏരിയ ഇത് വെക്കാനായിട്ട്, കുറച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയ, ഇത് വെക്കാനായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു മാറ്റം മാത്രമേ ഇതിനൊരു പ്രശ്നമായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 44 തമിഴ്, 33 മലയാളം, അത്രയും ഒരു ഏകദേശ കണക്കാണ് നിങ്ങൾക്ക് അത് ലഭിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്, തെളിയിച്ചിട്ടുള്ളതാണ്.
ഇപ്പം ഒട്ടുമിക്ക ജനങ്ങളും കേരളത്തിലൊരു 10% ജനങ്ങളും ഇതിപ്പോഴും നിലവിൽ യൂസ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്കൊന്ന് നെറ്റിൽ അടിച്ചു വയ്ക്കാൻ തന്നെ അതിൻ്റെ വീഡിയോസ് ആയി ഏതൊക്കെ ചാനൽ പ്ലേ ചെയ്യുന്നുള്ള വീഡിയോസ് ആയി നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അവർ പറഞ്ഞ ഇനി ഞാൻ ഇതാണ് മെയിനായിട്ട് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു കാര്യം. ഈ ചാനൽ സൗജന്യമാണ് എന്നുള്ളത്, നിങ്ങൾക്ക് കൊടുത്ത പൈസ വസൂലാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് അറിയിക്കുന്നത്. പിന്നെ എനിക്ക് വന്ന കുറച്ച് മെസ്സേജുകൾ, ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. 6 അടിയുടെ ഡിഷിൽ, 6 അടി ഡിഷിന് സി ബാൻഡ് ഡിഷാണെന്ന് തോന്നുന്നു, 6 അടി ഡിഷിൽ KU ബാൻഡ് LMB വെച്ച് വിക്ടേഴ്സ് പിടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പിടിക്കാം. നിങ്ങൾക്ക് 6 അടി അത്ര ആവശ്യമില്ല എങ്കിലും 6 അടിയിൽ ഡിഷ് വെച്ചോളൂ. 74 ഡിഗ്രിയിലുള്ള ഇൻസാറ്റ് 4CR എന്ന സാറ്റലൈറ്റിൽ വിക്ടേഴ്സ് എന്ന ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾക്ക് 6 അടി ഡിഷിൽ KU ബാൻഡ് LMB എൻ്റെ ഫോക്കസിൽ, പ്രൈം ഫോക്കസിൽ KU ബാൻഡ് LMB വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിടിക്കാൻ കഴിയും. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും സാറ്റലൈറ്റ് ഇൻറ്റർസാറ്റ് പിടിച്ച് വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് പിടിച്ച് വെച്ചിരിക്കുന്ന ഡിഷ് ആണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെറിയ KU ബാൻഡ് LMB കാണിച്ചാൽ അങ്ങനെയും സിഗ്നൽ കിട്ടും. അതിന് മൾട്ടി ക്ലാമ്പിംഗ് എന്നാണ് പറയുക. മൾട്ടി ക്ലാമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് വലിയ ടോപ്പിക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെടുത്ത് കാണുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മൾട്ടി ക്ലാമ്പ് ചെയ്യാമെന്ന് ഞാനത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ക്ലാമ്പ് ഒരു എക്സ്ട്രാ LMB വെച്ച് ക്ലാമ്പ് ചെയ്ത് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും. പിന്നെ വേറൊന്ന്, വീഡിയോകോൺ DTHനെ FTA ആക്കാൻ പറ്റുമോ എന്നായിരിക്കും. വീഡിയോകോൺ DTH FTA ആക്കാൻ ബോർഡ് മാറ്റിയാൽ. ഓക്കെ, വീഡിയോകോൺ DTH ഒരിക്കലും ഫ്രീ ടു വെയർ അല്ല. വീഡിയോകോൺ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അത് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. എങ്ങാനും അതിനകത്ത് വലിയ ചാനലുകൾ സൗജന്യമായിട്ട് അവർ എൻക്രിപ്ഷൻ ഒഴിവാക്കി ഇടുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് പ്ലേ ആകും. അത് നമുക്ക് ആ ഒരു ചാനൽ വേണമെങ്കിൽ മാത്രം നമുക്ക് വേണമെന്നില്ല ചെയ്യാം, സ്കാൻ ചെയ്തിട്ട് കാണാൻ പറ്റും. അത് വീഡിയോകോൺ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രം, എന്തെങ്കിലും ചാനൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രം അത് കാണാൻ കഴിയും. സാധാരണ ഫ്രീ ടു വെയർ സെറ്റ് ബോക്സ് വെച്ചാൽ മതി. പിന്നെ പിന്നെ ചോദിച്ചിരുന്ന അതിൻ്റെ ബോർഡ് മാറ്റി വെക്കണം. വീഡിയോകോൺ DTHൻ്റെ അതെനിക്ക് തോന്നുന്നു റിസീവറിൻ്റെ ബോർഡാണെന്ന് തോന്നുന്നു. റിസീവറിൻ്റെ ബോർഡ് മാറ്റി വെച്ചാൽ കിട്ടും. റിസീവറിൻ്റെ ബോർഡ് മാറ്റി നിങ്ങൾ ഫ്രീ ടു വെയർ സെറ്റ് ബോക്സിൻ്റെ ബോർഡ് അതിനകത്ത് കൊണ്ട് കേട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ആ ബോർഡ് മാറ്റി വേറെ ബോർഡ് വെക്കാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ഫ്രീ ടു എയർ സെറ്റ് ബോക്സുകൾ യൂസ് ചെയ്യുന്ന ആ ഒരു മദർ ബോർഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോകോൺ DTHൻ്റെ സെറ്റ് ബോക്സിനുള്ളിൽ വെക്കാൻ കഴിയാൻ അതിനുള്ള ഒരു ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വോൾട്ടേജും കാര്യം നോക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലേ ചെയ്യിക്കാം. അതിന് വിഷയമുള്ള കേസല്ല. അതിൽ നല്ലത് എനിക്ക് തോന്നുന്നു ഒരു 1300-1200 കൊടുത്തൊരു ഫ്രീ ടു വെയർ സെറ്റ് ബോക്സ് വാങ്ങി വെക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ ഇഷ്ടം. റിമോട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫ്രീ ടു വെയറിൽ ബോർഡ് മാറ്റി വെച്ച് ഫ്രീ ടു വെയർ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഒരാൾ ചോദിച്ചതാണ് ഒരു KU ബാൻഡ് LNBയിൽ നിന്നും അദ്ദേഹം വീഡിയോകോണിൻ്റെ ഡിഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ കാര്യം, ഈ വീഡിയോകോണിൻ്റെ ഡിഷ്, സൺഡയറക്റ്റ് ഡിഷ്, എയർടെലിൻ്റെ ഡിഷ്, ഈ എയർടെലിൻ്റെ വീഡിയോകോണിൽ ലേബൽ ചെയ്ത ഡിഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാം കേട്ടോ. ഈ എയർടെലിൻ്റെ ഡിഷ് കൊണ്ടിട്ട് എയർടെലിൻ്റെ സാറ്റലൈറ്റ് മാത്രമേ ട്രാക്ക് ചെയ്യുള്ളൂ. വീഡിയോകോണിൻ്റെ ഡിഷ് കൊണ്ടിട്ട് വീഡിയോകോണിൻ്റെ സാറ്റലൈറ്റ് മാത്രമേ ട്രാക്ക് ചെയ്യാം. അങ്ങനത്തെ നിലമില്ല. വീഡിയോകോണിൻ്റെ ഡിഷ് വെച്ച് നിങ്ങൾക്ക് എയർടെൽ ട്രാക്ക് ചെയ്യാം, സൺഡയറക്റ്റ് ട്രാക്ക് ചെയ്യാം, ഡിഷിയും ട്രാക്ക് ചെയ്യാം എന്നിട്ട്. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോകോണിൻ്റെ ഡിഷ് വെച്ച് നിങ്ങൾക്ക് എയർടെൽ ട്രാക്ക് ചെയ്യാം, സൺഡയറക്റ്റ് ട്രാക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഡിഷ് ടിവിയും ട്രാക്ക് ചെയ്യാം. ഏതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാക്ക് ചെയ്യാം. ഡിഷ് വെറും ഒരു പ്ലേറ്റ് ആണ്. അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചിട്ട് പേര് എഴുതിയെന്നുള്ളൂ. അതായത് വീഡിയോകോണിൻ്റെ ഡിഷ് കൊണ്ട് വീഡിയോകോൺ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമില്ല. സാറ്റലൈറ്റ് സിഗ്നൽസ് വരുന്ന റൂൾസ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു KU ബാൻഡ് LNBയിൽ നിന്നും വീഡിയോകോണിൻ്റെ 2 സെറ്റ് ഓഫ് ബോക്സിലേക്ക് കൊടുക്കാൻ പറ്റും. ഒരു KU ബാൻഡ് LNB, നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഒരു KU ബാൻഡ് LNB വെച്ചിട്ട് അദ്ദേഹത്തിന് വീഡിയോകോൺ 2 സെറ്റ് ഓഫ് ബോക്സ് ഉണ്ട്. വീഡിയോകോൺ 2. അപ്പോൾ അദ്ദേഹം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് വീഡിയോകോൺ ST2 എന്ന സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ആ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മുറ്റത്ത്. അദ്ദേഹത്തിന് 2 സെറ്റ് ഓഫ് ബോക്സ് ഉണ്ട്. പക്ഷേ ഒരു LNB ഒരു ഡിഷേ ഉള്ളൂ. ആ ഡിഷിൽ നിന്ന് 2 സെറ്റ് ഓഫ് ബോക്സിലേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വയറ് മുറിച്ചിട്ട് 2 കണക്ഷനായി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 സെറ്റ് ഓഫ് ബോക്സിലേക്ക് ഒരു ഡിഷിൽ നിന്ന്, ഒരു LNBയിൽ നിന്ന് 2 സെറ്റ് ഓഫ് ബോക്സിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. 2, 3, 4 ഒക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ മുറ്റത്ത് ഡിഷിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന LNBക്ക് ഒരു ഔട്ട്പുട്ട് ആണ് ഉള്ളത് എങ്കിൽ അത് ഒരു സെറ്റ് ഓഫ് ബോക്സിലേക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ആ ഔട്ട്പുട്ട് 2 ഔട്ട്പുട്ടാണ് ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് 2 സെറ്റ് ഓഫ് ബോക്സിലേക്ക് കൊടുക്കാം. അതിൻ്റെ ഔട്ട്പുട്ട് 3, 4 വരുന്ന ഔട്ട്പുട്ടുള്ള ഒരു LNBയിൽ നിന്ന് 3, 4 ഔട്ട്പുട്ട് വരുന്ന LNBകൾ ഇറങ്ങുന്നുണ്ട്. ഒരു KU ബാൻഡ് LNBയിൽ നിന്ന് ഒരു ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാ വീടുകളും ഒരു ഔട്ട്പുട്ട്, ഒരു കേബിളും ഒരു LNBയിൽ ഉണ്ടാവുക. ആ സ്ഥാനത്ത് 2 ഔട്ട്പുട്ട്, 3 ഔട്ട്പുട്ട്, 4 ഔട്ട്പുട്ട് വരെ മാക്സിമം കാണപ്പെടുന്ന KU ബാൻഡ് LNBകൾ വിപണിയിലുണ്ട്. അത്തരത്തിലുള്ള വിപണിയിലുള്ള ഒരു LNB വാങ്ങിയിട്ട് നിങ്ങൾക്ക് എത്ര സെറ്റ് ഓഫ് ബോക്സ് ആണ് വെക്കേണ്ടത് അതിനനുസരിച്ച്, ഇപ്പോൾ 2 സെറ്റ് ഓഫ് ബോക്സിലേക്ക് വെക്കണമെങ്കിൽ 2 ഔട്ട്പുട്ടുള്ള KU ബാൻഡ് LNBൻ്റെ ഔട്ട്പുട്ട് 2 ഔട്ട്പുട്ടുള്ള LNB വാങ്ങി വെച്ചിട്ട് ഒരു ഔട്ട്പുട്ട് നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിലും ഒരു ഔട്ട്പുട്ട് നിങ്ങളുടെ അയൽവാസികളുടെ സെറ്റ് ഓഫ് ബോക്സിലേക്കും കൊടുക്കാം. ഡിഷും LNBയും ഒന്നും മതി. 2 സെപ്പറേറ്റ് 2 ഡിഷിൻ്റെ ആവശ്യമില്ല. അതാണ് അതിൻ്റെ മെച്ചം. അതേപോലെ തന്നെ വേറൊന്നുണ്ട്. 2 LNBയിലെ സിഗ്നലും കൂടെ ഒറ്റ ഔട്ട്പുട്ടിലേക്ക് വന്നിട്ട് ഒറ്റ റിസീവറിലേക്ക് കൊടുക്കുന്നത്. അത് ഫ്രീ ടു വെയർ സെറ്റ് ഓഫ് ബോക്സിൽ നടക്കുകയുള്ളൂ. നോർമൽ സെറ്റ് ഓഫ് ബോക്സ് നടക്കില്ല. 2 LNBയുടെ 2 ഔട്ട്പുട്ടും കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒറ്റ സെറ്റ് ഓഫ് ബോക്സിലേക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. KU ബാൻഡിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്, സി ബാൻഡിൻ്റെ അല്ല. അങ്ങനത്തെ ഒരു LNB ആണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു LNB.
നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിഷ് ടി വി പണ്ട് കാലത്ത് ഇറക്കിയിരുന്ന ഒരു LNB ആണ്. ഇത് ഒരു LNB ആണ് ഈ കാണുന്നത്. ഇത് വേറൊരു LNB ആണ്. ഈ രണ്ട് LNBക്കും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ. എന്താ ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ. ഈ രണ്ട് LNBക്കും കൂടി ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. ഇത് നിങ്ങൾക്ക് ഈ ഇതിനാണ് മൾട്ടി ക്ലാമ്പിങ്, അതായത് മൾട്ടി LNB സെറ്റ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ്. ഇത് നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്നത് ഡിഷ് ടി വി പണ്ട് കാലത്ത് 95 ഡിഗ്രിയിലും 105 ഡിഗ്രിയിലും ആയിട്ടുള്ള രണ്ട് സാറ്റലൈറ്റുകളുടെ സിഗ്നൽസാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ അവരുടെ കുറച്ച് ട്രാൻസ്പോണ്ടറുകൾ 95 ഡിഗ്രിയിലും കുറച്ചെണ്ണം 105 ഡിഗ്രിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 95 അന്നുള്ളത് NSS 6 ആയിരുന്നു. ഇപ്പം SCS 8 ആയിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. അപ്പം അന്ന് 95 NS 6 ആയിരുന്നു, 105 ഏഷ്യാസാറ്റ് ആയിരുന്നു. അപ്പം ഈ രണ്ട് സാറ്റലൈറ്റുകളിൽ നിന്ന് സിഗ്നൽസാണ് റിസീവ് ചെയ്തിരുന്നത്. അപ്പോൾ രണ്ടിലും കൂടെ ഭാഗിച്ചായിരുന്നു ട്രാൻസ്പോണ്ടറുകൾ. ചാനൽ സ്കാൻ ചെയ്യുന്നത് ട്രാൻസ്പോണ്ടറുകളാക്കിയിട്ടാണ് ചാനലുകൾ ശേഖരിച്ച് വെക്കുക. അപ്പോൾ ഈ ട്രാൻസ്പോണ്ടറുകൾ രണ്ട് സാറ്റലൈറ്റ് ആയിട്ടായിരുന്നു അവർ വാടകയ്ക്ക് എടുത്തിരുന്നത്. അപ്പോൾ ഒന്നിൽ 95ഉം ഒന്നിലും 105ഉം. ഈ രണ്ട് 105 100.5 ക്ഷമിക്കണം, 100.5 കേട്ടോ. ഈ 100.5ഉം 95ഉം ഈ രണ്ട് സാറ്റലൈറ്റുകളായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഒറ്റ ഇതിലായിട്ട് ട്യൂൺ ചെയ്യാൻ വേണ്ടി ഒറ്റ ഡിഷ് വെച്ചിട്ട് ഈ രണ്ട് സാറ്റലൈറ്റുകളായി, മറ്റേ ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് ഡിഷ് വെച്ച് രണ്ട് LNBയിൽ ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, രണ്ടും കൂടെ ഒന്നിൽ തന്നെ ഒരു ഡിഷിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു LNBയിൽ തന്നെ കേന്ദ്രീകരിച്ച് ഒരു ഡിഷിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് LNB ഉണ്ടാക്കിയത്. ഇതിൽ നിന്നും ഈ ഒരു LNBയിലേക്ക് ഏകദേശം 5 ഡിഗ്രി ഓർബിറ്റൽ പൊസിഷൻ 5 ഡിഗ്രി വ്യത്യാസത്തിലാണ് ഈ രണ്ടും ക്രമീകരിച്ചിരിക്കുന്നത്. 5 ഡിഗ്രി, അതായത് 95 ഡിഗ്രി 100 ഡിഗ്രിയിലേക്ക് എത്രയുണ്ട്, 100.5 ഡിഗ്രി എത്രയുണ്ട്, 5 ഡിഗ്രിയുടെ മുകളിലുണ്ട്. ഈ ഒരു ലെവലിലാണ് ഈ രണ്ട് LNBയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് ഈ രണ്ട് LNBയും വരുന്നത്, ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 101 95 പിടിക്കാൻ ഈ ഒരു LNB മതി. ഇങ്ങനെ പല ഉപകാരങ്ങളുണ്ട്. ഫ്രീ ടു എയർ സെറ്റ് ബോക്സ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണം ഈ LNBയിൽ നിന്ന് കിട്ടും. ഈ രണ്ട് LNBയിൽ ഒറ്റ ഡിഷിൽ നിന്ന് രണ്ട് സാറ്റലൈറ്റ് അറ്റ് എ ടൈമിൽ ട്രാക്ക് ചെയ്തിട്ട് ഒരൊറ്റ ഔട്ട്പുട്ട് ആക്കിയിട്ട് ഒരു റിസീവറായി കൊടുക്കുമ്പോൾ രണ്ട് സാറ്റലൈറ്റിലെ ചാനലുകളും ഒരൊറ്റ റിസീവറിൽ ഒറ്റ ക്ലിക്കിൽ കിട്ടും. അതാണ് ഇതിൻ്റെ മെച്ചം. ഇപ്പോൾ കോമൺലി ഇത് യൂസ് ചെയ്യുന്നില്ല, ഔട്ടാണ്. പക്ഷേ ഡിഷിനെ പറ്റി അറിയുന്നവർ ട്രാക്കർമാർ അവർക്ക് ഇതിനെ പറ്റി അറിയാം, അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഔട്ട്പുട്ടിന് പോലെ രണ്ട് ഔട്ട്പുട്ട് വരും. ഇത് ഒന്നുകൂടെ ഔട്ട്പുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യാം, രണ്ട് റിസീവറിലേക്ക് KU ബാൻഡ് കൊടുക്കാം. നേരെ C ബാൻഡിന് 1 കേബിൾ സൊല്യൂഷൻ LNB ഉണ്ട്. അത് വെച്ചിട്ട് സ്പ്ലിറ്റർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സെറ്റ് ബോക്സിലേക്ക് കൊടുക്കാൻ കഴിയും. ഏകദേശം ഒരു അസാധ്യ കണക്കാണ്. അത് കറക്റ്റായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു 10 മുകളിൽ 1 കേബിൾ സൊല്യൂഷൻ ആണ്. ഒരു 60 സെറ്റ് ബോക്സ് എങ്കിലും ഒറ്റ LNB കൊടുക്കാൻ കഴിയും. C ബാൻഡിൻ്റെ കാര്യമായിട്ട് പറയുന്നത്, ഇത് KU ബാൻഡാണ്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാം. പിന്നെ ഒരാൾ ചോദിച്ചു Intelsat 17 സൺ ഡയറക്റ്റിൻ്റെ LNB വെച്ചാൽ കിട്ടുമെന്ന്. Intelsat 17 എന്നത് അതിനകത്തുള്ള മലയാളം ചാനലിൽ ഇരിക്കുന്ന C ബാൻഡ് ട്രാൻസ്പോണ്ടറാണ്. അപ്പം സൺ ഡയറക്റ്റിൻ്റെ LNB എന്ന് പറഞ്ഞാൽ KU ബാൻഡ് LNB ആണ്. KU ബാൻഡ് LNB വെച്ചാൽ C ബാൻഡ് സിഗ്നൽസ് റിസീവ് ചെയ്യാൻ കഴിയില്ല. C ബാൻഡ് സിഗ്നൽസ് KU ബാൻഡ് LNB വെച്ചാൽ റിസീവ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ KU ബാൻഡ് സിഗ്നൽസ് C ബാൻഡ് LNB വെച്ചാൽ റിസീവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ Intelsat 17 KU ബാൻഡ് സിഗ്നലിൽ ഏതെങ്കിലും ചാനലുകൾ വരുന്നുണ്ടെങ്കിൽ ആ KU ബാൻഡിലുള്ളതൊക്കെ Intelsat 17 KU ബാൻഡിൽ പുറപ്പെടുവിക്കുന്ന ട്രാൻസ്പോണ്ടറുകളുടെ സിഗ്നലൊക്കെ നമുക്ക് KU ബാൻഡ് LNB വെച്ചാൽ കിട്ടും. നേരെ C ബാൻഡാണ് മലയാളം ചാനലുകളും തമിഴ് ചാനലൊക്കെ പുറപ്പെടുവിക്കുന്ന ട്രാൻസ്പോണ്ടർ. C ബാൻഡാണ്. C ബാൻഡ് സിഗ്നൽസ് റിസീവ് ചെയ്യണം, C ബാൻഡ് LNB തന്നെ വേണം. C ബാൻഡ് LNB വെച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ഡിഷിൻ്റെ വലുപ്പം ഏകദേശം ഒരു 8 അടിയെങ്കിലും വേണം. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും Intelsat 17 C ബാൻഡ് LNB വെച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് സൺ ഡയറക്റ്റിൻ്റെ LNBയോ സൺ ഡയറക്റ്റിൻ്റെ ഡിഷോ ഉപയോഗിച്ച് C ബാൻഡ് സിഗ്നൽസ് റിസീവ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ, C ബാൻഡ് LNB വെച്ചു എങ്കിലും സൺ ഡയറക്റ്റിൻ്റെ ഡിഷ് യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് കാരണം വെച്ചാൽ ആ ഡിഷ് ചെറുതാണ്. നിങ്ങൾക്ക് മിനിമം ഒരു 6, 7, 8 അടിയെങ്കിലും വലുപ്പം ആ ഡിഷിന് വേണം. അതാണ് മെയിൻ കാരണം. C ബാൻഡ് ട്രാക്ക് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, വീഡിയോ ഒരുപാട് ലോങ് ആയി തോന്നുന്നു. വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭചിന്തകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാസമോ ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. സൈനിങ് ഓഫ്.